തന്നെ അനുഗമിക്കുന്ന പാത എളുപ്പമായിരിക്കുമെന്ന് യേശു കർത്താവ് ഒരിക്കലും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. പകരം താഴ്മ, അനുസരണം, സ്നേഹം, സ്ഥിരോത്സാഹം എന്നിവ നിറഞ്ഞ പാതയാണ് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നത്. പത്രോസ് അപ്പോസ്തലൻ തന്നെ ലേഖനത്തിലൂടെ പറയുന്നത് 1 പത്രോസ് 2:21, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം അർത്ഥശൂന്യമായിരുന്നില്ല. അത് നമ്മുടെ രക്ഷ സാധ്യമാക്കുകയും പ്രതിസന്ധികൾ നേരിടുമ്പോൾ വിശ്വാസത്തോടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തു നമുക്കൊരു മാതൃക കാട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്ക് നാം പിന്തുടരേണ്ട ഒരു മാതൃകയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ സ്വഭാവത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നാം ഇവിടെ ക്ഷണിക്കപ്പെടുകയാണ്. പ്രതികാരത്തിന് പകരം ക്ഷമയും, സാഹചര്യങ്ങൾ ദുഷ്കരമാകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും തിരഞ്ഞെടുക്കുക എന്നാണ് അതിനർത്ഥം. ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക എന്നതിനർത്ഥം കഷ്ടത സ്വയം തേടിപ്പിടിക്കുക എന്നല്ല. ദൈവത്തെ അനുസരിക്കുന്നതിനും അവിടുത്തെ അനുഗമിക്കുന്നതിനും വലിയ വില നൽകേണ്ടി വരുന്ന കാര്യമാകുമ്പോഴും പിന്തിരിയാതെ വിശ്വസ്തയോടെ നിലകൊള്ളുക എന്നാണ് അർത്ഥം. നാം പോയതായ പാതയിലൂടെയും ഇനിയും പോകുവാൻ സാധ്യതയുള്ള പാതയിലൂടെയും യേശു കർത്താവ് നമുക്ക് മുൻപേ നടന്നിട്ടുണ്ടെന്നും നാം നേരിടുന്ന ഓരോ പരീക്ഷണത്തിലും അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെന്നും തിരിച്ചറിയുക. തിരുവചനം പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ ദൈവം നമ്മെ ഇന്ന് എവിടെയാണ് വിളിക്കുന്നതെന്ന് ചിന്തിക്കുക. കുടുംബത്തിലായാലും, ജോലി സ്ഥലത്തായാലും, സഭയിലായാലും, സമൂഹത്തിലായാലും സ്വയം ചോദിക്കുക, യേശുവിനെ പോലെ ആയിരിക്കാൻ സഹായിക്കുന്ന അടുത്ത ചുവടുവയ്പ് എനിക്ക് എങ്ങനെ നടത്താനാകും? Have a blessed day.